ഡൽഹിയിലേക്ക് പോകാം. കാരണം കാർഗിൽ വിജയ് ദിവസത്തിനോടനുബന്ധിച്ച് ഇന്നിപ്പോൾ യുദ്ധസ്മാരകത്തിലും അതോടൊപ്പം തന്നെ ദ്രാസിലും സ്വാഭാവികമായും പൊതുപരിപാടികൾ നടക്കുന്നുണ്ട്. ആദർശ് TS ഡൽഹിയിൽ നിന്നും ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകും. ആദർശ്, ഇന്നിപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹം ഇന്നലെ തന്നെ ജമ്മു കാശ്മീരിലേക്ക് യാത്ര തിരിച്ചിരുന്നു. ഇന്നിപ്പോൾ 9 മണിയോട് കൂടി ഈ 527 സൈനികരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ദ്രാസിൽ പൊതുപരിപാടികൾ ആരംഭിക്കുകയാണല്ലോ. അതിൻ്റെ വിശദാംശങ്ങൾ, ഒപ്പം ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ എന്തൊക്കെ ചടങ്ങുകളാണുള്ളത് ആദർശ്? ഗൗതം, കാർഗിലിലെ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കരസേനാ മേധാവി, മറ്റ് സേനാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് പുഷ്പചക്രം അർപ്പിക്കുക. അവിടെ 2 ദിവസങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം മുതലാണ് ഈ കാർഗിൽ വിജയ് ദിവസത്തിൻ്റെ ഒരു ആഘോഷ പരിപാടികൾ. കാരണം ഈ സേനാ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അഭിമാന നിമിഷമാണ്. നുഴഞ്ഞു കയറ്റിക്കാരിൽ തുടങ്ങി പിന്നീട് പാകിസ്ഥാൻ സേനയും ഭാരത സൈന്യവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ, ആ ഏറ്റുമുട്ടലിന് ഒടുവിൽ ഈ പാക് സൈന്യത്തെ തുരത്തിയാണ് ഈ കാർഗിൽ മലനിരകൾ ഭാരതം പിടിച്ചെടുക്കുകയും ആ വിജയത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന വിജയ് ദിവസ് ആഘോഷങ്ങൾ ഈ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഡൽഹിയിലെ യുദ്ധസ്മാരകത്തിലും അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ആഘോഷ പരിപാടികൾ, കാർഗിൽ വിജയ് ദിവസ് എന്ന് പറയുന്നു, അത് കേവലം സൈന്യത്തിൻ്റെ മാത്രം അഭിമാന ദിവസമല്ല, ഓരോ ഭാരതീയൻ്റെയും അഭിമാന ദിവസമാണ് ഈ കാർഗിൽ വിജയ് ദിവസ്. അതുകൊണ്ട് തന്നെയാണ് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലും കാർഗിൽ വിജയ് ദിവസുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ 9 മണിയോടുകൂടി പ്രതിരോധ മന്ത്രി എത്തുകയും പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം അവിടെ മറ്റ് ഈ ആഘോഷ പരിപാടികളും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞത്, രാജ്യത്തെ സൈനികരുടെ ക്ഷേമം, ഒപ്പം തന്നെ സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഭാരതം ശ്രദ്ധിക്കുന്നതെന്ന്. കാരണം നമുക്കറിയാം, ഈ കാർഗിൽ യുദ്ധം അത് ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നുഴഞ്ഞുകയറ്റം, ആ നുഴഞ്ഞുകയറ്റം കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവിടെ സംശയാസ്പദകരമായി പാകിസ്ഥാനികളെ കാണുന്നു എന്ന് ഒരു ആട്ടിടയനാണ് ഈ സൈനികർക്ക് വിവരം നൽകുന്നത്. തൻ്റെ കാണാതെ പോയ യാക്കിനെ തിരഞ്ഞെത്തുന്ന ആട്ടിടയൻ പാകിസ്ഥാനികളെ കാണുകയും അദ്ദേഹം സൈന്യത്തിന് ഈ വിവരം അറിയിക്കുകയുമായിരുന്നു. പിന്നാലെയാണ് സൈനിക നടപടിയിലേക്ക് കടക്കുന്നത്. ആദ്യം നുഴഞ്ഞുകയറ്റക്കാരെ ഉപയോഗിച്ച് ഭാരതത്തിനെതിരെ നീങ്ങിയ പാകിസ്ഥാൻ പിന്നീട് അവരുടെ സേനാ വിഭാഗങ്ങളെ തന്നെ രംഗത്തിറക്കുകയും നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു. കാർഗിൽ മലനിരകളിലെ യുദ്ധം എന്ന് പറയുന്നത് ഭാരത സൈന്യത്തിൻ്റെ മികവ് പ്രകടിപ്പിക്കുന്നതായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യുദ്ധവിജയത്തിൻ്റെ സ്മരണ രാഷ്ട്രം പുതുക്കുമ്പോൾ അത് ഭാരത സൈന്യത്തെ സംബന്ധിച്ച് 527 സൈനികരുടെ ബലിദാനത്തിനുപരിയായി ഈ രാഷ്ട്രത്തിൻ്റെ തന്നെ അഭിമാന നിമിഷമായി അത് മാറുന്നത്. ഗൗതം, ശരി ആദർശ്, എന്തായാലും വ്യക്തമാണ്. ദ്രാസിൽ പരിപാടികൾ ആരംഭിക്കുന്ന വേളയിൽ നമുക്ക് അതിലേക്ക് പോകാമല്ലേ? അതെ, തീർച്ചയായും. കേന്ദ്ര പ്രതിരോധ മന്ത്രി ഇന്ന് ദ്രാസിലാണ് ഉള്ളത്. അവിടെ യുദ്ധസ്മാരകത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും അല്ലേ നമ്മുടെ മനസ്സിൽ ധീര സൈനികർക്ക് വേണ്ടി പുഷ്പചക്രം അർപ്പിക്കുന്നു എന്നുള്ളതാണ്. ആദർശ് TS ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.